ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതൊരവസ്ഥയിലും നമുക്ക് പേടി കൂടാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനീനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യർ സെല്ലർ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റാർ സിമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനീനെക്കുറിച്ച് ഒരു കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ച് ഫുൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് വീണ്ടും പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു വലിയ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ, തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്ന അടുത്ത മാസം ആദ്യത്തോടുകൂടി വരും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും നമുക്ക് പേടി കൂടാണ്ട് ഹോൾഡ് ചെയ്യാവുന്നൊരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല. എന്തുകൊണ്ടാണ് അത്? ഏത് ഗവൺമെൻറ് വന്നാലും ഇൻഫ്രാസ്ട്രക്ചറിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഉള്ളൊരു വികസനം സാധ്യമല്ല. അതിൻ്റെ അകത്തുള്ളൊരു ഏറ്റവും ഇതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. അതുമൂലം വലിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഡ് റെയിലൊക്കെ വികസിച്ച് കഴിയുമ്പോഴത്തേനും ആ ഏരിയകളിൽ മൊത്തം സിമെൻറ്റിനെ ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് വേറൊരു ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു മേഖലയാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ അകത്തെ കീ പോയിൻ്റ്. അപ്പോൾ നമുക്ക് പേടി കൂടാണ്ട് ഹോൾഡ് ചെയ്യാവുന്ന ഒരു കമ്പനി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കമ്പനി മാത്രമല്ല കേട്ടോ, ഈ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് കമ്പനിയും നമുക്ക് അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ നിലവിൽ പരിചയപ്പെടുത്തുന്ന ഇതാണ്. കാരണം എന്താ വെച്ചാൽ, ഇത് ഒരു കൊല്ലം മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടി നമുക്കൊന്ന് അറിയുകയും ചെയ്യാമെന്നാണല്ലോ. അതിൻ്റെ അവസ്ഥയും കൂടി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇതിൻ്റെ സൈറ്റൊക്കെ നിങ്ങൾ കയറി സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക. പിന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഒന്ന് നോക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 8,852 കോടിയുടെ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പം ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ വേരിയേഷൻ വരുമ്പം ഈ സ്മോൾ ക്യാപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ വേരിയേഷൻ വന്നതെന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ. ആ ചിന്തയും കൂടി ഈ കൂട്ടത്തിൽ വേണം കേട്ടോ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 219, 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 242, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 122, സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 29.2, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 63.1, ഡിവിഡൻ്റ് ഇല്ല, ROC എന്ന് പറഞ്ഞാൽ 16.8, ROE എന്ന് പറഞ്ഞാൽ 10.8, ഫേസ് വാല്യൂ 1 ഉള്ളൂ. മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് നോക്കിയേ. മാർച്ച് 2013 വെറും 481 കോടി ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടി എത്രയായി? മാർച്ച് 2023 എത്തിയപ്പോഴത്തേന് 2,705 ട്രേഡിംഗ് ഡിൽമെന്ന് 2,827 വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 119 468 ട്രേഡിംഗ് ടിൽമെന്ന് 543 വന്നേക്കണത്. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിൽ ഒരു 16-നും 25-നും ഇടയിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 43 കോടിയിൽ നിന്ന് 248 ട്രേഡിംഗ് ഡിൽമെന്ന് 304 വന്നേക്കണത്. റിസർവ് ആണെങ്കിലോ 2013 മാർച്ചിൽ 817 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 2023 സെപ്റ്റംബർ എത്തിയപ്പോഴത്തേക്ക് 2,509 കൂടിയിട്ടുണ്ട്. കടമാണെങ്കിലോ 830 ഉണ്ടായിരുന്നത് കൂടി 964 വന്നു. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ് ഇപ്പോൾ എത്രയായി? 32 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ലോങ് ടൈം ആണോ നോക്കിയാൽ ലോങ് ടൈം ബോറോയിങ്സ് 0 ആണ്. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിൽ വെറും 16 കോടിയുടെ അടുത്തേ ഉള്ളൂ. പിന്നെ ഉള്ളത് ലീസിനാണ്. അപ്പോൾ നമുക്ക് ലോങ് ടൈം ഇല്ല, ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് കൂടുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കണം കേട്ടോ. പിന്നെ നോക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഷെയർ ഹോൾഡിംഗ് നോക്കിയേ, ജൂൺ 2021 66.21 ഉണ്ട്. അതിപ്പോൾ 66.59 ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പ്രൊമോട്ടർക്ക് നല്ലൊരു
വിഹിതമുണ്ട്. FIs ആണെങ്കിൽ 0.11 ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ എത്രയാണ് 1.52ലേക്ക് വന്നിട്ടുണ്ട്. DIs ആണെങ്കിലോ 6.11 ആണുള്ളത്. പബ്ലിക്കിൻ്റെ 25.77 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കാം. ചാർട്ട് പാറ്റേൺ നോക്കിയപ്പോൾ ഞാൻ ഇതിനപ്പുറത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 102.54 അവിടുന്ന് നല്ലൊരു കയറ്റാണ്, ഏകദേശം 100% മുകളിൽ ആണ്. ഇപ്പോൾ മുകളിലാണ് കയറിയത്, ഏകദേശം 240 രൂപ വരെ വന്നിട്ടാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയേക്കണത്. അപ്പം ഇതിൻ്റെ ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു ഓളിയൊക്കെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റിയല്ല. ഇനി അങ്ങോട്ടും വലിയൊരു വികസനത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നു. അത് ഏത് ഗവൺമെൻറ് വന്നാലും ആ വികസനം നടക്കും. അത് നമുക്കൊരു പേടി കൂടാണ്ട് പറയാവുന്നൊരു കേസാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ മേഖലയിലും റോഡ്, റെയിൽ വികസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവർക്ക് അവിടെയൊക്കെ വിവിധ കമ്പനികളും വിവിധ തൊഴിലുകളും വരും. ആ തൊഴിൽ ലഭിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ വരുമാനം കൂടുമ്പോൾ തന്നെ അവരൊക്കെ പുതിയ സംരംഭങ്ങളും പുതിയ വ്യവസായങ്ങളും അവർക്കൊരു വീടുകളൊക്കെ വെക്കലും അവർക്ക് വേണ്ട ഏരിയകളൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ സിമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റിയല്ല എന്നുള്ള കാര്യം പറഞ്ഞോട്ടെ. ഇതാണെങ്കിലോ, ഈ കമ്പനി ഇവിടെ ലാർജസ്റ്റ് സിമെൻറ്റ് മാനുഫാക്ചറിങ് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ ഉള്ള ആ ഏരിയയിൽ ലാർജസ്റ്റ് സിമെൻറ്റ് മാനുഫാക്ചറാണ്. അപ്പോൾ ആ മേഖലകളിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് വികസിക്കാൻ കിടക്കുന്നു, ഒരുപാട് ഏരിയ അവർക്ക് വികസിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതും കൂടി നമ്മൾ കാണണം കേട്ടോ. അവരിങ്ങനെ ആ ഏരിയയൊക്കെ വികസിച്ച് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലേക്കും പതുക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ വെച്ചാൽ നമ്മൾ അതുപോലെ ഒരു വളർച്ചാ സാധ്യതയും കൂടി കാണണം. നമ്മൾ വളരുമ്പോൾ എന്നാ ചെയ്യണം, ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള വളരാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയും കൂടി ആയിരിക്കും നോക്കണം. അടുത്തൊരു 10-15 കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു നെക്സ്റ്റ് വലിയൊരു വളർച്ചാ സാധ്യതയുള്ള ഇതുപോലെ വലിയ കാര്യമായിട്ട് ഇല്ലാത്ത കമ്പനികളായിരിക്കണം നമ്മൾ നോക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്നാ വെച്ചാൽ അടുത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇത് ഒരു മാസത്തെ ചാർട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മാസത്തെ തന്നെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല നടന്നേക്കണത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുവാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് 182, ഒരു നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 165-153 ഇടയിലാണ് നല്ല സപ്പോർട്ടുള്ളത്. ഈ ഏരിയ തന്നെയാണ് ഇവിടെ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസും വന്നിരുന്നത്. ആ ഏരിയ തന്നെ ആയിരിക്കും ഒരു നല്ല സപ്പോർട്ട്. ഇവിടം വരെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമ്മൾ ആ ലെവലുകൾ ഒരു സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് ആ ലെവലുകൾ നോക്കി വെച്ചേക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ നോക്കുമ്പോൾ എന്നാ ചെയ്യണം, അതിൻ്റെ അകത്തെ ഈ ബൈയിങ് ഓളിയവും സെല്ലിങ് ഓളിയവും അതിൻ്റെ അകത്തെ ആ ഓരോ ലെവലുകളും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ എന്നാ ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടിട്ട് പെട്ടെന്ന് ചാടിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ കമ്പനീനെ കുറിച്ച് പഠിക്കുകയും കമ്പനിക്ക് വളർച്ചാ സാധ്യതയുണ്ടോ എന്ന് പഠിക്കുകയും അത് നമുക്ക് പറ്റിയ കമ്പനി ആണോ എന്നും കൂടി പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, ഈ കമ്പനീനെ കുറിച്ച് നമുക്ക് പൊസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ചിന്തിക്കാൻ. ഇപ്പോൾ ആണെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. ഇനി റിസൾട്ടൊക്കെ വന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. അതുവരെ തന്നെയാണ് കമ്പനീനെ കുറിച്ച് പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കണം. പഠിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.